ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്ത പ്രകാരം കുരങ്ങന്മാർക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ് മനുഷ്യന്മാരുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മനുഷ്യന്മാർക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ നമ്മുടെ ഗവേഷകരൊക്കെ പറയുന്നത് ഒരുപാടധികം വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കാലുകളിലുള്ള വിരലുകളെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. ആ കാലഘട്ടങ്ങളിൽ നമുക്കൊന്നും കാലുകളിൽ വിരലുണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് അതുകൊണ്ട് വലിയ രീതിയിലുള്ള യൂസ് വരുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ലോകത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ചെറിയ മ്യൂട്ടേഷൻസ് സംഭവിച്ചിട്ടുള്ള ഒരുപാടധികം ജീവികളുണ്ട്. അത്തരത്തിലുള്ള 10 ജീവികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ സൺഡേ ഫണ്ട് എപ്പിസോഡിലൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളത് സാധിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഈ എഫ് വേൾഡ് ഫാമിലിയിൽ നിന്ന് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ തന്ന സ്നേഹത്തിനും സഹകരണത്തിനൊക്കെ ഒരുപാടധികം നന്ദി ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സ്നേഹവും സഹകരണവും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് ഡോഗ് വിത്ത് ട്രങ്ക്, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ തുമ്പിക്കൈയുള്ള നായ. അർജന്റീനയിലെ സാന്റിയാഗോയിലാണ് സംഭവം നടക്കുന്നത്. അവിടെ കുറച്ച് നായക്കുട്ടികൾ ജനിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ബാക്കിയുള്ള നായക്കുട്ടികളുടെ എല്ലാം മൂക്ക് പതിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു നായക്കുട്ടിയുടെ മൂക്ക് കുറച്ച് നീളത്തിൽ ആനക്കുട്ടിയുടേതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു തുമ്പിക്കൈ പോലെയായിരുന്നു ഈ ഒരു നായക്കുട്ടിയുടെ മൂക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു നായക്കുട്ടിയെ കണ്ട ഉടനെ തന്നെ അതിന്റെ ഉടമസ്ഥൻ തൊട്ടടുത്ത വീട്ടിലെ ആളോട്, അയൽവാസികളോട് പോയിട്ട് വളരെ രഹസ്യമായിട്ട് ഈ കാര്യം പറയാണ്. എന്നാൽ ആളൊരു BBC ന്യൂസ് ആയിരുന്നു. ആള് നാട്ടുകാരെയും വീട്ടുകാരെയും ന്യൂസ് ചാനലുകളെയും എല്ലാം വിളിച്ചറിയിച്ചു. സംഭവം വലിയൊരു വൈറൽ ന്യൂസായി മാറി. പക്ഷെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും 15 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു നായക്കുട്ടി ഈ ലോകത്തൊന്നും ഇവിടെ പറഞ്ഞു. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് സ്നേക്ക് വിത്ത് 1 ഫൂട്ട് ആണ്. 2009 സെപ്റ്റംബർ 14 ചൈനയിലുള്ള ഒരു വീട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഏറെക്കുറെ അർദ്ധരാത്രി പിന്നിട്ട് കഴിഞ്ഞാണ് ആ വീടിന്റെ ഡോറിൽ എന്തോ ഒരു വസ്തു വന്നിട്ട് സ്ക്രാച്ച് ചെയ്യുന്നത് ആ വീട്ടിലുള്ള 66 വയസ്സുള്ള ഒരു മുത്തശ്ശി കേൾക്കുകയാണ്. അവർ വന്നിട്ട് ഡോറ് തുറന്ന് നോക്കിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഒരു പാമ്പ് അതിന്റെ കാലുകൊണ്ട് ആ ഒരു ഡോറിൽ അങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നതായിരുന്നു. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് പാമ്പിന് കാലുണ്ടാകുമെന്നായിരിക്കും. എന്നാൽ ആ ഒരു പാമ്പിന് കാലുണ്ടായിരുന്നു. ഒരു കാല് കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ആ പാമ്പ് ആ ഡോറിൽ വന്ന് മാന്താൻ പാടില്ലായിരുന്നു. കാരണം പാമ്പിനെ കണ്ട ഉടനെ തന്നെ അമ്മച്ചി ഒരു ഷൂ എടുത്തിട്ട് അതിന്റെ തലമുട്ടക്ക് ഒറ്റപ്പെട പാമ്പ് ക്ലോസ്. പെട്ടെന്നൊരു പാമ്പിനെ കണ്ടതുകൊണ്ടായിരുന്നു അവരത്തരത്തിൽ അങ്ങനെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പാമ്പിനെ അവർ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായിട്ടുള്ള പാമ്പാണിതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരതിൻ്റെ അടുത്തൊരു കുപ്പിയിലാക്കിയിട്ട് അവിടെ തൊട്ടടുത്തുള്ള ചൈനാസ് വെസ്റ്റ് നോർമൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുകൊടുത്തു. ഇന്നും ഈ ഒരു പാമ്പിനെ വെച്ചിട്ട് എങ്ങനെയാണ് പാമ്പിന് ഈ ഒരു കാലുണ്ടായത്, എന്താണ് ഇതിനുള്ള കാരണം എന്നതുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് ഡോഗ് വിത്ത് 2 ലെഗ് ആണ്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ 2 കാല് മാത്രമുള്ള നായ. 2002 സെപ്റ്റംബർ 22 ഫെയ്ത്ത് എന്ന പേരുള്ള ഈ ഒരു നായ ജനിക്കുന്നത്. ജനിച്ചപ്പോൾ തന്നെ അതിനാകെ 2 കാലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് 2 കാലുകളോടുകൂടി മാത്രമായിട്ട് ഇങ്ങനെ ഒരു നായ ജനിച്ചത് എന്ന് ഗവേഷകരുടെ എല്ലാം അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ അതിന്റെ നായയുടെ തലച്ചോറിന്റെ ഒരു ഭാഗത്ത് കാര്യമായിട്ടുള്ള വളർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ 2 കാലുകളോടുകൂടി മാത്രം ഈ ഒരു നായ, ഫെയ്ത്ത് എന്ന പേരുള്ള ഈ ഒരു നായ ജനിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ജനിച്ചപ്പോൾ തന്നെ ഇത്തരത്തിലൊരു വിചിത്രമായിട്ടുള്ള ജനനമായതുകൊണ്ട് തന്നെ ആ ഒരു നായക്കുട്ടിയുടെ അമ്മ തന്നെ ആ ഒരു സമയത്ത് തന്നെ ജനിച്ച ഉടനെ തന്നെ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ഉടമസ്ഥര് ജനിച്ച ഉടനെ തന്നെ ആ ഒരു നായക്കുട്ടിയെ എടുത്ത് മാറ്റുകയായിരുന്നു. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഒരുപാടധികം ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ നൽകിയിട്ടുള്ള ഒരു നായ കൂടിയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. യുദ്ധങ്ങളിലെല്ലാം അവയവങ്ങൾ നഷ്ടപ്പെട്ട് ഇനി ജീവിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളുകൾക്ക് ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഈ ഒരു നായ ഒരുപാടധികം മോട്ടിവേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. 2 കാലുകളോടുകൂടെ മാത്രം ജനിച്ചിട്ട് വളരെ അടിപൊളിയായിട്ട് തന്നെ 11 വർഷക്കാലം നമ്മുടെ ഈ ഒരു ലോകത്ത് ഫെയ്ത്ത് ജീവിച്ചിരുന്നു. 2014 സെപ്റ്റംബർ 22 ഫെയ്ത്ത് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത് ഫ്രോഗ്സ് വിത്ത് ട്രാൻസ്പെറന്റ് സ്കിൻ ആണ്. റഷ്യയിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു തവളകളെ കണ്ടെടുത്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നേരെ ഇങ്ങനെ എടുത്ത് പിടിച്ചു നോക്കി കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് മുഴുവനായിട്ട് നമുക്ക് കാണാം എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിലുള്ള എല്ലുകളാണെങ്കിലും അതുപോലെ തന്നെ ഞരമ്പുകളാണെങ്കിലും ഇന്റേണൽ ഓർഗൻസ് ആണെങ്കിലും എല്ലാം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു തവളയിൽ നിന്നും നമുക്ക് വെറും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും. അത്തരത്തിലൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്കിന്നാണ് ഈ ഒരു തവളകൾക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം ഈ തവളയിൽ വന്നിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് റഷ്യൻ ഗവേഷകരെല്ലാം ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം അവർ കണ്ടുപിടിച്ചത് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ കാരണമാണ്, പരിസ്ഥിതി മലിനീകരണം കാരണമാണ് തവളകൾ ഇത്തരത്തിലുള്ള രൂപത്തിലേക്ക് മാറുന്നത് എന്നാണ്. നമ്മുടെ ലിസ്റ്റിൽ 5ാമതായിട്ട് വരുന്നത് കാറ്റ് വിത്ത്
2 ഫേസസ് ആണ്, അതായത് 2 തലയുള്ള പൂച്ച. ഈ ഒരു പൂച്ചയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2 തലകളുണ്ട്, അതുപോലെ തന്നെ മൊത്തം 3 കണ്ണുകളുമുണ്ട്. 3 കണ്ണുകളുണ്ടെങ്കിൽ നടുവിലെ കണ്ണ് അതിന് കാഴ്ചയില്ല, വെറുതെ ഒരു ഡമ്മി പീസായിട്ട് അങ്ങനെ വെച്ച പോലെയാണ് മൂന്നാമത്തെ നടുവിലുള്ള കണ്ണ് ഇതിനുള്ളത്. അപ്പോൾ ഈ ഒരു പൂച്ചയെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ 1999 സെപ്റ്റംബർ 8 ഈ ഒരു പൂച്ച ജനിച്ചിട്ടുണ്ടായിരുന്നത്. ജനിച്ച ഉടനെ തന്നെ ഡോക്ടേഴ്സ് മുഴുവൻ വിധി എഴുതി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഈ ഒരു പൂച്ച അതിജീവിക്കൂ, അതിനുള്ളിൽ തന്നെ മരണപ്പെടും എന്നുള്ളത്. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞ പോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. ഒരുപാടധികം നാളുകൾ ഈ ഒരു പൂച്ച ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ട് ജനിച്ചിട്ട് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച പൂച്ച എന്നുള്ള ബഹുമതി കൂടെ, റെക്കോർഡ് കൂടെ ഈ ഒരു പൂച്ചയുടെ പേരിലുണ്ട്. അപ്പോൾ അതിന് നൽകിയിട്ടുള്ള ആ ഒരു റെക്കോർഡിന്റെ പേര് വരുന്നത് ജാനസ് എന്നാണ്. റോമക്കാരുടെ ദൈവത്തിന്റെ 2 തലയുള്ള ദൈവത്തിന്റെ പേരാണ് ഈ ഒരു ജാനസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേരോട് കൂടിയിട്ടുള്ള ഒരു ഗിന്നസ് റെക്കോർഡ് തന്നെയാണ് ഈ ഒരു പൂച്ചയ്ക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിൽ 6ാമതായിട്ട് വരുന്നതും ഒരു പൂച്ച തന്നെയാണ്, ഒരു പൂച്ചക്കുട്ടിയാണ്. 2012 ഒക്ടോബർ 4 പ്രഗ്നന്റ് ആയിട്ടുള്ള പൂച്ച കാര്യമായിട്ടുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ അതിന്റെ മുതലാളി ആ പൂച്ചയെ എടുത്തുകൊണ്ട് മൃഗാശുപത്രിയിൽ പോവുകയാണ്. മൃഗാശുപത്രിയിൽ ചെന്ന് ഓപ്പറേഷനിലൂടെ വയറ് കീറിയിട്ട് കുട്ടിയെ പുറത്തെടുത്തപ്പോൾ ഡോക്ടേഴ്സ് മുഴുവൻ ഞെട്ടിധരിച്ചു പോവുകയാണ്. കാരണം പുറത്തെടുത്തിട്ടുണ്ടായിരുന്ന ആ പൂച്ചക്കുട്ടിക്ക് ആകെ കൂടെ ഒരൊറ്റ കണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മൂക്ക് പൂർണ്ണമായിട്ടും ആ ഒരു പൂച്ചക്കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിയെ കണ്ടതോട് കൂടിയിട്ട്, വ്യത്യസ്തമായിട്ട് ജനിച്ചിട്ടുള്ള ആ ഒരു പൂച്ചക്കുട്ടിയെ കണ്ടതോട് കൂടിയിട്ട് ആ ഒരു പൂച്ചയുടെ ഉടമസ്ഥനും അതുപോലെ തന്നെ അവിടെ കൂടി നിന്നിരുന്ന ഡോക്ടർമാരും എല്ലാവരും കൂടെ ഒരുപാടധികം വീഡിയോകൾ എടുത്തിട്ട് ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു. ഇന്റർനെറ്റിൽ ഈ ഒരു വീഡിയോക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന സ്വീകാര്യത വളരെ വലുതായിരുന്നു. ഇന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൂച്ചക്കുട്ടി ലോകത്തു നിന്നും വിട പറഞ്ഞു പോയി. കാരണം അതിന് മൂക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ശ്വസിക്കാനും അതിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയായിരുന്നു അതിന്റെ മരണ കാരണമായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലിസ്റ്റിൽ 7ാമതായിട്ട് വരുന്നത് വിത്ത് 3 ഹെഡ് ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കണ്ണുള്ള പൂച്ചക്കുട്ടി, 2 തലയുള്ള പൂച്ചയൊക്കെയായിരുന്നു. എന്നാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 3 തലയുള്ള തവളയെ കുറിച്ചിട്ടാണ്. 2004 ഒരു റിസോർട്ടിലാണ് ഈ ഇത്തരത്തിലുള്ള ഈ ഒരു തവളയെ കാണുന്നത്. ആദ്യം തന്നെ ഈ ഒരു തവളയെ കണ്ടപ്പോൾ 1-2 തവളകൾ കൂടി ചേർന്നുകൊണ്ട് മേറ്റിംഗ് ചെയ്യുന്നതാണെന്നായിരുന്നു കണ്ടിരുന്ന ആളുകൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒന്നുകൂടി സൂം ചെയ്ത് നോക്കിയപ്പോൾ, ഒന്നുകൂടി അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഇത്തരത്തിൽ ഇണ ചേരുന്നതൊന്നല്ല, ഇത്തരത്തിൽ തന്നെ 3 തലയുള്ള 3 തലയോടുകൂടി ജനിച്ചിട്ടുള്ള ഒരു തവളയാണെന്ന്. ഏതാനും ദിവസങ്ങളൊക്കെ ആ ഒരു റിസോർട്ടിന്റെ വലിയൊരു മെയിൻ അട്രാക്ഷൻ തന്നെയായിരുന്നു ഈ ഒരു തവള എന്ന് പറയുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ടിം ഹാലിഡേ എന്ന പേരുള്ള ഒരു ബയോളജി പ്രൊഫസർ വന്നിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തവളയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ലിസ്റ്റിൽ 8ാമതായിട്ട് വരുന്നത് മങ്കി പിഗ് ആണ്. ഇത്രയും നേരം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഓരോ ജീവികളുടെ അവയവങ്ങൾ ഒന്ന് കൂടുതലുള്ളതും ഒന്ന് കുറവുള്ളതൊക്കെ ആയിരുന്നു. എന്നാൽ ഇതിനപ്പുറത്തേക്ക് വേറെ ചില തരത്തിലുള്ള മ്യൂട്ടേഷനുകൾ സംഭവിക്കാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ക്യൂബയിൽ ഒരു പന്നിക്കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉടൽ പന്നിയുടേതും മുഖം കുരങ്ങിൻ്റെതുമായിരുന്നു എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു ക്രോസ് ബ്രീഡിങ്ങിലൂടെ സംഭവിച്ചതായിരിക്കാം എന്നതായിരിക്കും. പക്ഷേ അതായിരുന്നില്ല അതിൻ്റെ റീസൺ. അമിതമായിട്ടുള്ള പൊല്യൂഷൻ കാരണം, പരിസ്ഥിതി മലിനീകരണം കാരണമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു രൂപത്തിൽ ഈ ഒരു പന്നിക്കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 4 ദിവസം മാത്രമായിരുന്നു ആ ഒരു പന്നിക്കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ ഒരു രീതിയിലുള്ള മ്യൂട്ടേഷനുകൾ സംഭവിക്കാറുണ്ട്. മറ്റു പല ജീവികളുടെയും മുഖഭാഗങ്ങൾ, പ്രത്യേകിച്ച് പന്നിയുടെ ഉടലും കുരങ്ങൻ്റെ മുഖവുമായിട്ട് ഒരുപാടധികം ജീവികൾ നമ്മുടെ ഈ ലോകത്ത് പലയിടത്തായിട്ട് ജനിക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പൊല്യൂഷൻ തന്നെയാണ്. നമ്മുടെ ഈ ഒരു പൊല്യൂഷൻ, ഈ ഒരു പരിസ്ഥിതി മലിനീകരണങ്ങൾ എത്രത്തോളം ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 9ാമതായിട്ട് വരുന്നത് വിങ്ഡ് കാറ്റ് ആണ്, അതായത് ചിറകുള്ള പൂച്ച. 2007 ചൈനയിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 40-ലധികം പൂച്ചകൾ ഇത്തരത്തിൽ ചിറകുകളോട് കൂടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ ഈ ഒരു ചിറകിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പക്ഷികളെ പോലെ തന്നെ ചിറകുകൾ അനക്കാനുള്ള ഒരു കഴിവ് ഈ പൂച്ചകൾക്കുണ്ട്. പക്ഷേ ഒരിക്കലും അവർക്ക് ഈ ഒരു ചിറകുകൾ ഉപയോഗിച്ചുകൊണ്ട് പറക്കാൻ കഴിയില്ല. ജനിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ ചിറകുകളോട് കൂടിയിട്ടായിരുന്നില്ല ഈ പൂച്ചകളൊന്നും ജനിച്ചിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ പിന്നീട് പൂച്ച വളർന്നു വരുമ്പോൾ അതിന്റെ കൂടെ അങ്ങനെ വളർന്നു വന്നതായിരുന്നു. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10ാമതായിട്ട് വരുന്നത് ദ കാറ്റ് ഷാർക്ക് ആണ്. ഈ ഒരു ഫോട്ടോ ഇന്റർനെറ്റിൽ വളരെയധികം പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. കാറ്റിനെയും പൂച്ചയെയും അതുപോലെ തന്നെ സ്രാവിനെയും മിക്സ് ചെയ്തുകൊണ്ട് ക്രോസ് ബ്രീഡിംഗ് നടത്തിക്കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു പുതിയ ജീവിയാണെന്ന നിലയിലായിരുന്നു, ഒരു ക്യാപ്ഷനോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു പിക്ചർ ഇന്റർനെറ്റിൽ മുഴുവനും വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഗവേഷകരെല്ലാം, സയന്റിസ്റ്റുകളെല്ലാവരും ഇതിനുള്ളൊരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് പൂച്ചയെയും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഷാർക്കിനെയും കൂടെ ക്രോസ് ബ്രീഡിംഗ് നടത്താം, പക്ഷെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു രൂപമായിരിക്കില്ല ലഭിക്കുന്നത് എന്നായിരുന്നു. ഒരു ഷാർക്കിന്റെ ഉടലിൽ, ഒരു സ്രാവിന്റെ ഉടലിൽ അതിന്റെ മുഖത്തിന് പകരം ഒരു പൂച്ചയുടെ മുഖം കൊണ്ട് ചെന്ന് വെച്ചതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലൊരു ക്രോസ് ബ്രീഡിംഗ് നടത്തിയിട്ട് ശാസ്ത്രലോകം പുതുതായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജീവിയാണോ എന്ന രീതിയിൽ ആളുകൾ മുഴുവനും സംശയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോട്ടോയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നോക്കുമ്പോൾ ഏതോ ഒരുത്തൻ കുത്തിയിരുന്ന് ഫോട്ടോഷോപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഫോട്ടോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം.
മനസ്സിലാക്കാൻ സാധിക്കും. ഇന്റർനെറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ഫോട്ടോസുകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേറ്റുകളും അപ്പോൾ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അഫ്ലു ഹിയർ എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.